സപ്ലൈകോയിലെ ഔട്ട്ലെറ്റുകളായ മാവേലി സ്റ്റോറിൽ ഒരു സാധനങ്ങളും ഇല്ല എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തിന്റെ പുറത്ത് ഉറക്കം വരുന്നു വകുപ്പെടുത്ത നടപടിയാണ്. എന്താ നടപടി എന്നറിയോ? സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനുള്ള നടപടിയല്ല. മാധ്യമ പ്രവർത്തകർ കയറി ഈ ഒഴിഞ്ഞ കേസുകൾ സ്റ്റാൻഡുകൾ ഇനി എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുക്കരുതെന്നാണ് നടപടി. അല്ലാതെ മാവേലി സ്റ്റോറിൽ സാധനം ഇല്ല എന്ന് പറയുമ്പോൾ സാധനം കൊണ്ടുവരാനുള്ള നടപടിയല്ല. സാധനം 13 നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടിയല്ല സ്വീകരിച്ചത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഒഴിഞ്ഞ ഈ കേസുകൾ കാണരുത്, ഇനി ഫോട്ടോ എടുക്കരുത്, ഫോട്ടോ എടുക്കാൻ മാധ്യമ പ്രവർത്തകരെ അതിൻ്റെ അകത്തേക്ക് കയറ്റരുത് എന്നാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതൊരു കലയാണ്, നമ്മൾ അത് ഉണ്ടാക്കണ കലാകാരൻ. ഈ മാവേലി സ്റ്റോറിൽ സാധനം മേടിക്കാൻ വെച്ചാൽ വേറെ പൊതു മാർക്കറ്റിൽ കിട്ടുന്ന സാധനം കിട്ടുള്ളൂ. അത് മേടിക്കാൻ പോയ ഒരാള് മൊബൈൽ ഫോൺ വഴി പോലും മാവേലി സ്റ്റോറിൽ ഒഴിഞ്ഞ അലമാരയുടെ പണം എടുക്കാൻ പറ്റില്ല. എന്തെല്ലാം തലതിരിഞ്ഞ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല. വിതരണക്കാർ സപ്ലൈകോന്റെ കാരണം അവർക്ക് 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കോടികൾ കൊടുക്കാനുണ്ട്, 1500 കോടിയോളം അവർക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പുറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്. അങ്ങനെ മുഖ്യമന്ത്രി നടത്തിയ പരിപാടി, വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ പരിപാടി, എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. മുൻകൂട്ടി നിശ്ചയിച്ച ആളുകൾക്ക് മാത്രം മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള അവകാശം. സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ചോദ്യം പോലും അനുവദിക്കില്ല എന്ന് ഉറപ്പുവരുത്തി സ്റ്റേജ് മാനേജറായിട്ട് നടത്തിയ പരിപാടി. എന്തിനാ ഇങ്ങനെ നടത്തുന്നത്? ആളുകളെ കബളിപ്പിക്കുന്നത്. ആദ്യം പോയി മന്ത്രിമാരെല്ലാ താലൂക്കിലും പോയി അദാലത്ത് നടത്തി ലക്ഷക്കണക്കിന് അപേക്ഷകൾ സ്വീകരിച്ചു. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെല്ലാം ചാക്കി കെട്ടി സെക്രട്ടറിയിൽ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം തുറന്നു നോക്കിയിട്ടില്ല. അതിനുശേഷം നവകേരള സദസ്സിൽ അപേക്ഷകൾ മേടിച്ചു. അതിന് മറുപടി കിട്ടി. അതായത് പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക, ഓഫീസിൽ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞുള്ള മറുപടി കിട്ടി. ഇപ്പൊ 3ാമത് വീണ്ടും മുഖാമുഖം ആയിട്ട് ഇറങ്ങിയിരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മതിയാകാഞ്ഞിട്ടാണ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. ഇത് വെറും ആർഭാട നാടകമാണ്, അശ്ലീല നാടകമാണ് സർക്കാർ കാണിക്കുന്നത്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.